റഷ്യയുടെ പേര് പറഞ്ഞ് തരം കിട്ടിയപ്പോഴെല്ലാം ഇന്ത്യയെ പഴി പറഞ്ഞ ആളാണ് നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പഴിയും പിന്നാലെ പിഴയും പിഴയ്ക്ക് മേൽ പിഴയും ഒക്കെ ചുമതി വ്യാപാര ബന്ധത്തിലെ കെട്ടുറപ്പ് പോലും പൊട്ടിച്ചെറിഞ്ഞ ട്രംപ് വീണ്ടും ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഇതേ റഷ്യൻ എണ്ണയുടെ കാര്യം പറഞ്ഞാണ്. പക്ഷേ ഇത്തവണ നേർക്കുനേർ പോർവിളിയോ അല്ലെങ്കിൽ ഭീഷണി സ്വരമോ ഇതൊന്നുമല്ല, മറിച്ച് റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് മോദി നൽകിയെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. അതായത് ട്രംപിന്റെ തന്നെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്ന നടപടി അത് ഇന്ത്യ അവസാനിപ്പിക്കുകയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. തന്റെ ചൊൽപ്പടിക്ക് ഇന്ത്യ വഴങ്ങിയെന്ന് മറ്റൊരർത്ഥത്തിൽ പറയുകയായിരുന്നു ശരിക്കും പറഞ്ഞ ട്രംപ്. അത്തരമൊരു ഉറപ്പ് സത്യത്തിൽ ഇന്ത്യ നൽകിയിരുന്നു. ചർച്ചകൾ അങ്ങനെ ചൂടുപിടിച്ചതോടെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ അതിന് മറുപടിയായി എത്തിയത് നമ്മൾ കണ്ടു. മോദി അത്തരമൊരു വാക്ക് നൽകിയോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരു യെസ് ഓർ നോ മറുപടിക്ക് പകരം കുറച്ചുകൂടെ വിശാലമായ ട്രംപിന്റെ വാദത്തെ തള്ളിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് അതിങ്ങനെയാണ്: സ്വന്തം രാജ്യത്തിന്റെ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കലാണ് പ്രധാനം. അതിനാണ് ഇന്ത്യ എക്കാലവും മുൻഗണന നൽകുന്നത്. ഈ പറഞ്ഞ വരികളിൽ നിന്ന് വായിക്കേണ്ടത് ട്രംപ് പറഞ്ഞത് പച്ചക്കള്ളമെന്ന് തന്നെയാണ്. മാത്രമല്ല, 50% താരിഫിലും കുലുങ്ങാത്ത ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ഊർജ്ജ സഹകരണത്തിൽ ഒരു തരത്തിലും പിന്നോക്കം പോകാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നേയില്ല എന്നുള്ളതും വ്യക്തമാണ്. ഇങ്ങനെ ക്ലിയർ ആയൊരു മറുപടി ഇന്ത്യ നൽകിയിട്ടും ട്രംപ് വീണ്ടും അതേ വാദം ആവർത്തിച്ചു. റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ ഉറപ്പ് പറഞ്ഞെന്ന്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കണ്ട ശേഷമാണ് വീണ്ടും ഈ വില കുറഞ്ഞ വാദവുമായി ട്രംപ് എത്തിയതെന്ന് ഓർക്കണം. ഒരേ നുണ പല ആവർത്തി പറഞ്ഞതുകൊണ്ട് മാത്രം അത് സത്യമാകണമെന്നില്ലല്ലോ. തങ്ങളുടെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ ഇന്ത്യയെ ക്രൂശിക്കുന്ന പരിഹസിക്കുന്ന ട്രംപിന് ഇതിനോടകം തന്നെ മറുപടി നൽകിയിട്ടുണ്ട് നമ്മുടെ റഷ്യ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അത് ഏറെ പ്രധാനമാണെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതായത് റഷ്യ ഇവിടെ പറയാതെ പറയുന്നത് ട്രംപിനോട് പോയി പണി നോക്കൂ എന്നാണ്. എന്തിനാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള, അതിപ്പോൾ ഏത് രാജ്യമായിക്കോട്ടെ, ഈ വ്യാപാര വാണിജ്യ ഇടപെടലിൽ മറ്റൊരു രാജ്യം ഇടപെടുന്നതെന്ന് ഇന്ത്യ നേരത്തെയും ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തീരുവ കൂട്ടിക്കൊണ്ടും ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്ന അവകാശവാദവുമൊക്കെ വീണ്ടും വീണ്ടും ഉന്നയിച്ചും ട്രംപ് പ്രകോപനം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. തീരുവ പ്രശ്നം തന്നെ ഒരു തീരാ തലവേദനയായി തുടരുമ്പോൾ ഇങ്ങനെ നിലപാടിൽ പോലും നിലനിൽപ്പില്ലാത്ത ട്രംപിന്റെ ഈ ചാഞ്ചാട്ടം അത് അതിലും വലിയ തലവേദനയാണ്. ഇപ്പൊ തന്നെ നോക്കൂ, ചൈനയുടെ എല്ലാ ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്കും 100% തീരുവ കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അതേ ട്രംപ് തന്നെ ഇപ്പൊ പറയുന്നത് ചിലപ്പോൾ അത് നിലനിന്നേക്കും, സ്ഥിരമാണ് എന്നൊന്നും പറയാനാകില്ല എന്നാണ്. ഇങ്ങനെ ഓരോ രാജ്യവുമായി ബന്ധപ്പെട്ടും വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ പോലും പിന്നീട് അതിന് ബാലിശമായിട്ടുള്ള മാനങ്ങളൊക്കെ നൽകി എന്തിനാണ് ഇങ്ങനെ ട്രംപ് സ്വയം വില കളയുന്നത് എന്നൊക്കെ അതിശയപ്പെടുന്നവരുണ്ട്. തന്ത്രമോ കുതന്ത്രമോ എന്ത് തന്നെയായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇതത്ര സിമ്പിളായി കരുതാനാകില്ല. പാകിസ്ഥാനുമായുള്ള കൈകോർക്കലും പാക് സൈനിക മേധാവിക്ക് വൈറ്റ് ഹൗസിൽ കൂടെ വിരുന്നൊരുക്കുന്നതും ഇന്ത്യ അത്ര സുഖകരമായിട്ടല്ല നോക്കിക്കാണുന്നത് എന്നുള്ളതും ഓർക്കണം. H-1B വിസ നയത്തിലെ മാറ്റം, ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പല വിദേശ വിദ്യാർത്ഥികൾക്കും ഏർപ്പെടുത്തുന്ന നിയന്ത്രണം, അങ്ങനെ പല തലങ്ങളിൽ അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യയുമായുള്ള ഇഴയടുപ്പത്തിന്റെ ബലം കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായും ട്രംപിന്റെ മാത്രമായിട്ടുള്ള പല താല്പര്യങ്ങളും നയതന്ത്ര തലത്തിൽ നെഗറ്റീവ് ഷെയ്ഡായി മാറുമ്പോൾ അത് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ട്രംപ് ബോധവാനാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതല്ലെങ്കിൽ തന്നിഷ്ടം നടപ്പാക്കാൻ തൽക്കാലത്തേക്കെങ്കിലും ട്രംപ് അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ലോകക്രമം പോലും പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ ശരികൾക്കാണ് മുൻതൂക്കം നൽകുന്നതെന്ന് ട്രംപ് ഓർത്താൽ നന്ന്.